ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1990-ൽ പുറത്തിറങ്ങിയ ഗുഡ് ഫെല്ലാസ് എന്ന ചിത്രമാണ്. ഇത് വെറുമൊരു ക്രൈം സിനിമയല്ല, മറിച്ച് അമേരിക്കയിലെ പ്രശസ്ത മാഫിയ അംഗമായ ഹെൻറി ഹില്ലിന്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങളുടെ കഥ കൂടിയാണ്. ഇതുപോലത്തെ പഴയ ക്ലാസിക് പടങ്ങൾ ഇനിയും ചെയ്യണമെങ്കിൽ കമന്റ്സിനകത്തുനിന്ന് അറിയിക്കണേ. ഈ സിനിമയുടെ തുടക്കം 1970-ലെ ഒരു നിശബ്ദമായ രാത്രി. വിജനമായ ഹൈവേയിലൂടെ ഒരു കാർ മുന്നോട്ട് പോവുകയാണ്. മുൻസീറ്റിൽ വണ്ടി ഓടിക്കുന്ന ഹെൻറി ഹില്ലും അരികിൽ ജിമ്മി കോൺവേയും പിൻസീറ്റിൽ ഉറക്കം തൂങ്ങിക്കിടക്കുന്ന ടോമി ഡെവിറ്റോയും. പെട്ടെന്നാണ് കാറിന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. വണ്ടിയുടെ ഡിക്കിയിൽ നിന്നാണ് ആ തട്ടൽ വരുന്നതെന്ന് മനസ്സിലായതോടെ അവർ വണ്ടി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നു. ടോമി തന്റെ കയ്യിലുള്ള വലിയ അടുക്കള കത്തിയുമായി പുറത്തിറങ്ങുന്നു. ജിമ്മിയുടെ കയ്യിലാണെങ്കിൽ ലോഡ് ചെയ്ത ഒരു റിവോൾവറുമുണ്ട്. ഹെൻറി പതുക്കെ വണ്ടിയുടെ ഡിക്കി തുറക്കുമ്പോൾ ഉള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അത് മറ്റാരുമല്ല, അവിടുത്തെ അറിയപ്പെടുന്ന മാഫിയ അംഗമായ ബില്ലി ബാറ്റ്സ് ആണ്. അയാൾക്ക് ഇനിയും ജീവനുണ്ടെന്ന് മനസ്സിലായ അടുത്ത നിമിഷം ടോമി യാതൊരുവിധ മടിയുമില്ലാതെ ആ കത്തി കൊണ്ട് തുടരെ കുത്താൻ തുടങ്ങുന്നു. ജിമ്മി ആണെങ്കിൽ തന്റെ തോക്കെടുത്ത് ബാറ്റ്സിന് നേരെ വെടിയുതിർക്കുന്നു. ഇതെല്ലാം നോക്കി നിന്ന ഹെൻറി ഭയത്തോടെയും അതേസമയം ഇതൊക്കെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന ഭാവത്തിലും ആ ഡിക്കി തിരികെ അടയ്ക്കുവാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവന്റെ സ്വന്തം ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. As far back as I can remember, I always wanted to be a gangster. എനിക്ക് ഓർമ്മ വെക്കാവുന്ന കാലം തൊട്ട് എനിക്കൊരു ഗാങ്സ്റ്റർ ആകാനായിരുന്നു ആഗ്രഹം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ചോര ചിതറിയ ദൃശ്യങ്ങളിൽ നിന്ന് ക്യാമറ നമ്മളെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 1955-ലേക്കാണ്. ബ്രൂക്ലിനിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന പയ്യനാണ് ഹെൻറി. അവന്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള റോഡിൽ ഒരു വലിയ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഒരു യഥാർത്ഥ മാഫിയ കുടുംബമായ ലുക്കേസി ക്രൂവിന്റെ പ്രധാന താവളമാണത്. ദിവസവും ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഹെൻറിയുടെ കണ്ണിൽപ്പെടുന്നത് തിളങ്ങുന്ന വലിയ കാറുകളും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച ആ മാഫിയ മെമ്പേഴ്സിനെയാണ്. അവർക്ക് ആ നാട്ടിൽ കിട്ടുന്ന വലിയ ബഹുമാനവും അധികാരവും അവനെ വല്ലാതെ ആകർഷിക്കുന്നു. ആ നാട്ടിലെ ഒരു ഗാങ്സ്റ്റർ ആകുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവന്. അങ്ങനെ അവൻ സ്കൂൾ സമയത്തിന് ശേഷം പതുക്കെ ആ ടാക്സി സ്റ്റാൻഡിൽ ചെറിയ ജോലികൾക്കായി എത്തി തുടങ്ങുന്നു. വണ്ടികൾ പാർക്ക് ചെയ്യുക, സന്ദേശങ്ങൾ കൈമാറുക, വലിയ മാഫിയ നേതാക്കൾക്ക് സിഗരറ്റ് എത്തിക്കുക എന്നതൊക്കെയായിരുന്നു അവന്റെ ആദ്യകാല ജോലികൾ. ആ പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണവുമുള്ള പോളി സീറോ എന്ന മാഫിയ ബോസിന്റെ കണ്ണിൽ ഹെൻറി പെടുന്നു. ഹെൻറിക്ക് പോളിയെ ഒരു അച്ഛനെ പോലെയാണ് തോന്നിയത്. കാരണം ഹെൻറിയുടെ സ്വന്തം അച്ഛൻ മകൻ സ്കൂളിൽ പോകാതെ ഈ മാഫിയ വഴിക്ക് തിരിഞ്ഞു നടഞ്ഞ് അവനെ ക്രൂരമായി തല്ലുന്ന ഒരാളായിരുന്നു. എന്നാൽ പോളിയുടെ ആളുകൾ ഇടപെട്ട് സ്കൂളിൽ നിന്നുള്ള കത്തുകൾ വീട്ടിലെത്താതിരിക്കാൻ പോസ്റ്റൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ആ പ്രശ്നം പരിഹരിക്കുന്നു. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇത്രയും വലിയ ആളുകൾ ഉണ്ടെന്നത് ഹെൻറിക്ക് ആ ലോകത്തോടുള്ള വിശ്വാസവും സ്നേഹവും ഇരട്ടിയാക്കി. ഈ സമയത്താണ് അവൻ ജിമ്മി കോൺവോയെ പരിചയപ്പെടുന്നത്. ജിമ്മി മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. പണത്തോട് വലിയ ആർത്തി ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാൻ അയാൾക്കൊരു മടിയുമില്ല. വണ്ടി പാർക്ക് ചെയ്യുന്ന പയ്യന്മാർക്ക് പോലും $100 നോട്ടുകളാണ് അയാൾ ടിപ്പായി നൽകുന്നത്. ഇതേ കാലഘട്ടത്തിലാണ് ഹെൻറി തന്റെ പ്രായത്തിലുള്ള ടോമി ഡെവിറ്റോയെയും പരിചയപ്പെടുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹെൻറി വ്യാജ സിഗരറ്റുകൾ തെരുവിൽ വെച്ച് വിൽക്കുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലാവുന്നു. ഹെൻറിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ പരീക്ഷണമായിരുന്നു അത്. പോലീസുകാർ അവനെ സ്റ്റേഷനിലിട്ട് ചോദ്യം ചെയ്യുകയും കൂടെയുള്ളവരുടെ പേരുകൾ പറയാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹെൻറി തന്റെ കൂടെയുള്ള ആരെയും ഒറ്റിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ജഡ്ജി അവന് ചെറിയൊരു ശിക്ഷ മാത്രം നൽകി വിട്ടയക്കുമ്പോൾ കോടതിക്ക് പുറത്ത് അവനെ കാത്തുനിന്നത് വലിയൊരു സംഘം തന്നെയായിരുന്നു. പോളിയും ജിമ്മിയും അടങ്ങുന്ന സംഘം അവനെ ഒരു യുദ്ധം ജയിച്ചുവെന്ന ഹീറോയെ പോലെയാണ് സ്വീകരിച്ചത്. ജിമ്മി ഹെൻറിയുടെ കയ്യിൽ കുറെ പണം വെച്ചു കൊടുത്തിട്ട് അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറാൻ പോകുന്ന ആ 2 പ്രധാന നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കലും നിന്റെ കൂട്ടുകാരെ ഒറ്റിക്കൊടുക്കരുത്. എപ്പോഴും നിന്റെ വായ അടച്ചുപിടിക്കുക. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചുകൊണ്ട് ആ അധോലോകത്തിന്റെ വിശ്വസ്തനായ ഒരു ഔദ്യോഗിക അംഗമായി ഹെൻറി മാറുകയാണ്. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോകുന്നു. 1963-ൽ വളർന്നു വലുതായ പക്വതയുള്ള ഹെൻറിയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇപ്പോൾ അവൻ വെറും ഒരു സഹായിയല്ല, ലുക്കേസി മാഫിയ ക്രൂവിന്റെ ഏറ്റവും വിശ്വസ്തനും പ്രധാനപ്പെട്ടതുമായ ഒരു കണ്ണിയാണ്. ജിമ്മിയും ടോമിയും ഇപ്പോഴും അവന്റെ നിഴലായി ഉണ്ട്. എയർപോർട്ടിൽ നിന്നുള്ള വലിയ കൊള്ളകളാണ് ഈ ഘട്ടത്തിൽ ഇവരുടെ പ്രധാന വരുമാന മാർഗം. ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന എയർ ഫ്രാൻസിന്റെ പണപ്പെട്ടി ഇവർ ഒരു തടസ്സവും ഇല്ലാതെ അടിച്ചുമാറ്റുന്നു. പോലീസ് അന്വേഷണം പോലും അവരെ ബാധിക്കുന്നില്ല. കാരണം ബോസായ പോളിയുടെ സ്വാധീനം അത്രമേൽ ശക്തമായിരുന്നു. പണം വൻതോതിൽ ഒഴുകി വന്നതോടെ അവരുടെ ജീവിതശൈലിയും മാറി. വില കൂടിയ സ്യൂട്ടുകളും ആഡംബര കാറുകളുമായി അവർ ആ നഗരത്തിലെ രാജാക്കന്മാരെ പോലെയാണ് ജീവിച്ചത്. ഈ സാമ്പത്തിക വളർച്ചയ്ക്കിടയിലും ടോമിയുടെ സ്വഭാവത്തിലെ അപകടകരമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് തമാശ പറയുന്ന ടോമിയോട് ഹെൻറി അവനെ നോക്കി നീ ശരിക്കും ഒരു തമാശക്കാരൻ തന്നെയാണെന്ന് പറയുന്നു. അടുത്ത നിമിഷം ടോമിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. അവൻ ചിരിപ്പിക്കാൻ വന്ന ഒരു കോമാളിയാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ടോമി ഹെൻറിയെ നേരിടുമ്പോൾ ഹെൻറി പോലും ഒരു നിമിഷം ഭയന്നു പോകുന്നുണ്ട്.
അതൊരു വെറും തമാശയായിരുന്നു എന്ന് പറഞ്ഞ് ടോമി പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ മാത്രമാണ് അവിടെയുള്ളവർക്ക് ശ്വാസം നേരെ വീഴുന്നത്. Really funny. What do you mean I'm funny? It's funny. You're a funny guy. You mean the way I talk? What? You're just funny. It's Funny how? He's a big boy. He knows what he said. What? Funny like I'm a clown? I amuse you? I'm here to amuse you? just How the am I funny? What the get the out of here. I almost had him! I almost had him! ചിരികളിൽ നിന്ന് വയലന്റ് ആയ ആക്രമണത്തിലേക്ക് മാറാൻ ടോമിക്ക് വെറും നിമിഷങ്ങൾ മാത്രം മതി. റെസ്റ്റോറന്റ് ഉടമയായ സോണി തന്റെ കടയിലെ ബാധ്യതകൾ തീർക്കാൻ പോളിയുടെ സഹായം തേടുന്നതും പകരം പോളിയും സംഘവും ആ ബിസിനസ് പൂർണ്ണമായും ചൂഷണം ചെയ്ത് അവസാനം ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി അത് തീയിട്ട് നശിപ്പിക്കുന്നതും നമ്മൾ പിന്നീട് കാണുന്നു. ഇതിനിടയിലാണ് ഹെൻറിയുടെ ജീവിതത്തിലേക്ക് കാരൻ എന്ന പെൺകുട്ടി വരുന്നത്. ഒരു സാധാരണ ജൂത കുടുംബത്തിൽ നിന്നുള്ള അവൾക്ക് ആദ്യം ഹെൻറിയുടെ ഈ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. അവളെ ആകർഷിക്കാൻ ഹെൻറി ഉപയോഗിച്ച വഴികൾ വളരെ ആഡംബരപൂർണമായിരുന്നു. പ്രശസ്തമായ കോക്കോ കൊബാന നൈറ്റ് ക്ലബിന്റെ പിൻവാതിലിലൂടെ സാധാരണക്കാർ ക്യൂ നിൽക്കുന്ന വഴി ഒഴിവാക്കി അടുക്കളയിലൂടെ ഹെൻറി കാരനെയും കൂട്ടി അകത്തേക്ക് കയറുന്ന ഒരു നീണ്ട ദൃശ്യമുണ്ട്. അവിടെയുള്ള ജീവനക്കാർക്കെല്ലാം പണം വാരിയെറിഞ്ഞ് സ്റ്റേജിന് തൊട്ടുമുന്നിൽ അവർക്കായി ഒരു പ്രത്യേക ടേബിൾ ഒരുക്കുമ്പോൾ കാരൻ അവന്റെ അധികാരത്തിൽ പൂർണ്ണമായും വീണുപോകുന്നു. ഒരിക്കൽ കാരനെ ശല്യം ചെയ്ത അയൽക്കാരനെ ഹെൻറി തോക്കിന്റെ പിൻഭാഗം കൊണ്ട് തെരുവിൽ വെച്ച് ദയയില്ലാതെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. ആ ചോരയൊലിക്കുന്ന തോക്ക് അവൻ കാരന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് ഭയമല്ല, മറിച്ച് ആ ആക്രമത്തോടും ഹെൻറി നൽകുന്ന പ്രൊട്ടക്ഷനോടും ഒരു വല്ലാത്ത ആകർഷണമാണ് തോന്നുന്നത്. വൈകാതെ അവർ വിവാഹിതരാകുകയും ചെയ്യുന്നു. മാഫിയ ലോകത്തെ നിയമങ്ങൾ എത്രത്തോളം അനന്തമാണെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ടോമിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവരുടെ താവളത്തിൽ കാർഡുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മദ്യം വിളമ്പുന്ന സ്പൈഡർ എന്ന പയ്യനെ ടോമി നിരന്തരം പരിഹസിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ടോമി അവന് നേരെ വെടിയുതിർക്കുകയും അവന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ ഒത്തുകൂടുമ്പോൾ കാലിൽ പ്ലാസ്റ്ററുമായി വന്ന സ്പൈഡർ ടോമിയുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ തിരിച്ചു മറുപടി പറയുന്നു. ഇത് ടോമിയുടെ അഹങ്കാരത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. ജിമ്മി പോലും തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ടോമി തന്റെ തോക്കെടുത്ത ആ പയ്യനെ അവിടെയിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ഒരു മനുഷ്യന്റെ ജീവന് അവരുടെ ലോകത്ത് എത്രമാത്രം വിലക്കുറവാണെന്ന് ഹെൻറി തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരുന്നു അത്. പിന്നീട് കഥ 1970 എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നു. വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ബില്ലി ബാറ്റ്സ് എന്ന മുതിർന്ന മാഫിയ അംഗത്തിനു വേണ്ടി അവർ ഒരു പാർട്ടി ഒരുക്കുന്നു. എന്നാൽ ബാറ്റ്സ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ടോമിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവമാനിക്കുന്നു. കുട്ടിക്കാലത്ത് ടോമി ഷൂ പോളിഷ് ചെയ്തിരുന്ന കാര്യം പറഞ്ഞ് പോയി എന്റെ ഷൂ തുടക്കിയതെന്ന് ബാറ്റ്സ് ആവർത്തിച്ചു പറയുമ്പോൾ ടോമിയുടെ ഉള്ളിലെ സൈക്കോ ഉണരുകയായിരുന്നു. അന്ന് രാത്രി ബാറ്റ്സ് മദ്യവെച്ച് ലക്ക് കെട്ടിയിരിക്കുമ്പോൾ ടോമിയും ജിമ്മിയും ചേർന്ന് അയാളെ മർദ്ദിച്ച് അവശനാക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഡിക്കിയിലെ രംഗത്തിലേക്ക് കഥ വന്നെത്തുന്നത് ഇവിടെയാണ്. ബാറ്റ്സിനെ കാറിന്റെ ഡിക്കിയിലാക്കി അവർ യാത്ര തിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് ടോമിയുടെ അമ്മയുടെ വീട്ടിൽ അവർക്ക് കയറേണ്ടി വരുന്നു. ഡിക്കിയിൽ മരിക്കാറായ ഒരു മനുഷ്യനെ വെച്ചുകൊണ്ട് പുലർച്ചെ 2 മണിക്ക് ടോമിയുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഇറ്റാലിയൻ ഭക്ഷണം അവർ മൂവരും ആസ്വദിച്ചു കഴിക്കുന്ന ഒരു രംഗമുണ്ട്. അമ്മയുടെ തമാശകൾ പറയുകയും വണ്ടിയിൽ ഒരു മൃഗത്തെ ഇടിച്ചതുകൊണ്ടാണ് കത്തി വാങ്ങിയതെന്നും ടോമി വളരെ നിസ്സാരമായി പറയുന്നു. അതിനുശേഷം അവർ ബാറ്റ്സിനെ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ആ സ്ഥലം മറ്റാരോ വാങ്ങിയെന്നും അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണെന്നും പോളി അറിയിക്കുമ്പോൾ ജീർണിച്ച ആ മൃതദേഹം രാത്രിയിൽ വീണ്ടും തോണ്ടിയെടുക്കാൻ അവർക്ക് പോകേണ്ടി വരുന്നു. അവിടുത്തെ ദുർഗന്ധം സഹിക്കാനാവാതെ ഹെൻറി വൊമിറ്റ് ചെയ്യുമ്പോഴും ജിമ്മിയും ടോമിയും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ അവശിഷ്ടങ്ങൾ മാറ്റി സ്ഥാപിക്കുകയാണ്. തിരിച്ചുവരവില്ലാത്തവണ്ണം അധോലോകത്തിന്റെ ഇരുണ്ട കയങ്ങളിലേക്ക് ഹെൻറി പൂർണ്ണമായും പെട്ടിരുന്നു. ബാറ്റ്സിന്റെ കൊലപാതകത്തിന് ശേഷം ഹെൻറിയുടെ ജീവിതത്തിൽ തകർച്ചയുടെ തുടക്കമാവുകയാണ്. ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് ഹെൻറിയും ജിമ്മിയും പോലീസിന്റെ പിടിയിലാവുകയും അവർക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ സാധാരണ തടവുകാരെ പോലെയല്ല അവർ ജയിലിൽ ജീവിച്ചത്. പോളിയുടെ സ്വാധീനം ഉപയോഗിച്ച് ജയിലിനുള്ളിൽ അവർക്കൊരു സ്പെഷ്യൽ റൂം തന്നെ കിട്ടി. അവിടെ മികച്ച ഇറ്റാലിയൻ വിഭവങ്ങൾ പാകം ചെയ്ത് അവർ ജയിൽവാസം ആസ്വദിച്ചു. ഈ സമയത്താണ് ഹെൻറി പണം ഉണ്ടാക്കാൻ വേണ്ടി ജയിലിനുള്ളിൽ വെച്ച് രഹസ്യമായി മയക്കുമരുന്ന് കച്ചവടം ആരംഭിക്കുന്നത്. ഇതറിഞ്ഞ പോളി അവന് കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാഫിയ ലോകത്ത് മയക്കുമരുന്ന് കച്ചവടത്തിന് സ്ഥാനമില്ല, അത് വലിയ ചതികളിലേക്ക് നയിക്കും, അതുകൊണ്ടത് ഉടനടി നിർത്തണം. എന്നാൽ 1978 ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയ ഹെൻറി പോളിയുടെ വാക്കുകളെ പൂർണ്ണമായും അവഗണിച്ചു. ജിമ്മിയെയും ടോമിയെയും കൂട്ടുപിടിച്ച് അവൻ വലിയ തോതിൽ കൊക്കൈന്റെ ബിസിനസ് വ്യാപിപ്പിച്ച് പണം വരുന്നതിനിടയിലാണ് ജിമ്മിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് കൊള്ള നടക്കുന്നത്. ലുഫ്താൻസ കാർഗോ ടെർമിനലിൽ നിന്ന് $60 ലക്ഷം ജിമ്മിയുടെ സംഘം അനായാസമായി അടിച്ചുമാറ്റിയത്. ഈ വൻ തുക കൈക്കലാക്കിയതോടെ ജിമ്മിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയവും സംശയവും ഉടലെടുത്തു. ഈ പണത്തിന്റെ പേരിൽ ആരെങ്കിലും പോലീസിന് മുന്നിൽ വായ തുറക്കുമോ എന്ന ചിന്ത അയാളെ ഒരു ഭ്രാന്തനെ പോലെയാക്കി മാറ്റി. ആ കൊള്ളയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ആഡംബര കാറുകളും വില കൂടിയ വസ്ത്രങ്ങളും വാങ്ങി പരസ്യമായി ദൂർത്തടിച്ച് തന്റെ സ്വന്തം കൂട്ടാളികളെ ഓരോരുത്തരെയായി ജിമ്മി ഇല്ലാതാക്കാൻ തുടങ്ങി. വിശ്വസ്തയുടെ പുറത്ത് കെട്ടിപ്പടുത്ത ആ സൗഹൃദ വലയം വെറും പണത്തിനു വേണ്ടി തകർന്നിടിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്.
ഇതിനിടയിലാണ് ടോമിക്ക് മാഫിയ ലോകത്തെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ മെയ്ഡ് മാൻ എന്ന പദവി ലഭിക്കാൻ പോകുന്ന വാർത്ത വരുന്നത്. ഇത് കേട്ട് ജിമ്മിയും ഹെൻറിയും ഏറെ സന്തോഷിച്ചു. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്രയും വലിയ അധികാരം കിട്ടുന്നത് തങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷനാണെന്ന് അവർ കരുതി. ആഡംബര വസ്ത്രങ്ങളണിഞ്ഞ് വലിയ പ്രതീക്ഷയോടെയാണ് ടോമി ആ ചടങ്ങ് നടക്കുന്ന ഒഴിഞ്ഞ വീട്ടിലേക്ക് നടന്നു കയറിയത്. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് അധികാരമായിരുന്നില്ല. അവൻ മുറിയിലേക്ക് കയറിയ അടുത്ത നിമിഷം ബാറ്റ്സിനെ കൊന്നതിനുള്ള പ്രതികാരമായി മാഫിയ സംഘം അവന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർത്തു. ടോമി മരിച്ച വിവരം ഒരു ഫോൺ ബൂത്തിൽ വെച്ചറിയുന്ന ജിമ്മി നിയന്ത്രണം വിട്ട ആ ബൂത്ത് അടിച്ചു ചേർത്ത് നിലവിളിക്കുകയാണ്. നമ്മുടെ കഥ അവസാന ഘട്ടമായ 1980 മെയ് 11 എത്തുന്നു. ഹെൻറിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭ്രാന്തമായ ഒരു ദിവസമായിരുന്നു അത്. ഒരു വശത്ത് മയക്കുമരുന്ന് കച്ചവടത്തിന്റെ വലിയൊരു ഡീൽ ഉറപ്പിക്കണം, മറുവശത്ത് അനിയന്റെ അസുഖത്തിനുള്ള കാര്യങ്ങളും നോക്കണം, വീട്ടിലെ വലിയൊരു ഡിന്നർ ഒരുക്കണം. ഇതിനെല്ലാത്തിനുപരി അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം അവന്റെ മനസ്സിന്റെ സമനിലയും തെറ്റിയിരുന്നു. ആകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു പോലീസ് ഹെലികോപ്റ്റർ തന്നെ ചേസ് ചെയ്യുകയെന്ന തോന്നൽ അവനെ പരിഭ്രാന്തനാക്കി. ഒടുവിൽ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് കയറുന്ന ഹെൻറിയെ പോലീസ് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. ഹെൻറി പിടിയിലായതോടെ കാരൻ ഭയന്നു പോവുകയും വീട്ടിലുണ്ടായിരുന്ന $60,000 വില വരുന്ന കൊക്കൈൻ മുഴുവൻ ബാത്റൂമിലെ ഫ്ലഷിൽ ഒഴുക്കിക്കളയുകയും ചെയ്യുന്നു. അതായിരുന്നു ഹെൻറിയുടെ ആകെ ഉണ്ടായിരുന്ന കച്ചിത്തുരുമ്പായ സ്വത്ത്. ഇതോടെ അവർ പൂർണ്ണമായും പാപ്പരുമായി. ജാമ്യത്തിലിറങ്ങിയ ഹെൻറിയെ സഹായിക്കാൻ പോളി തയ്യാറായില്ല. വെറും ഒരു $3,200 കയ്യിൽ കൊടുത്തിട്ട് അവനെ പൂർണ്ണമായും കൈവിട്ടു. ഈ സമയത്താണ് ഹെൻറി ജിമ്മിയുമായി ഒരു റെസ്റ്റോറന്റിൽ കണ്ടുകൂടുന്നത്. ഹെൻറിയെ ഫ്ലോറിഡയിലേക്ക് ഒരു ചെറിയ പണിക്ക് വേണ്ടി അയക്കാൻ ജിമ്മി ശ്രമിക്കുമ്പോൾ ഹെൻറിക്ക് കാര്യം മനസ്സിലായി. ജിമ്മി തന്നെയും കാരനെയും ഇല്ലാതാക്കാൻ പദ്ധതിയിടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൂടെയുള്ളവരെ ഒറ്റിക്കൊടുക്കരുതെന്ന് പഠിപ്പിച്ച അതേ മനുഷ്യനിപ്പോൾ തന്നെ കൊലപ്പെടുത്താൻ നോക്കുന്നുവെന്ന തിരിച്ചറിവ് അവനെ തളർത്തിക്കളഞ്ഞു. തനിക്കും കുടുംബത്തിനും മുന്നിൽ മറ്റു വഴികളില്ലെന്ന് മനസ്സിലാക്കിയ ഹെൻറി FBI മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിക്കുന്നു. മാഫിയയുടെ എല്ലാ രഹസ്യങ്ങളും ജിമ്മിയുടെയും പോളിയുടെയും കള്ളത്തരങ്ങളും അവൻ പോലീസിന് കൈമാറി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറി. കോടതി മുറിയിൽ വെച്ച് തന്റെ പഴയ കൂട്ടാളികൾക്ക് നേരെ അവൻ വിരൽ ചൂണ്ടുമ്പോൾ ആ മാഫിയ സാമ്രാജ്യം പൂർണ്ണമായും തകരുകയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ ഗാങ്സ്റ്റർ ആകാൻ ആഗ്രഹിച്ച ഹെൻറി ഇന്ന് അമേരിക്കയിലെ ഏതോ ഒരു സാധാരണ ഗ്രാമത്തിൽ ആർക്കും അറിയാത്ത ഒരു സാധാരണക്കാരനായി ജീവിക്കുകയാണ്. തന്റെ ഭൂതകാലത്തെ ആ ആഡംബരവും അധികാരവും നഷ്ടപ്പെട്ടതിൽ അവൻ ഇന്നും ഖേദിക്കുന്നുണ്ട്. ഒരു വലിയ രാജാവിനെ പോലെ ജീവിച്ച താൻ ഇനി ബാക്കി ജീവിതം ഒരു ആവറേജ് മനുഷ്യനെ പോലെ ജീവിച്ചു തീർക്കണമല്ലോ എന്ന ഹെൻറിയുടെ ആത്മകഥത്തോടെ ഈ കഥ പൂർണ്ണമാവുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ Hasta la vista, baby.